ഇവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയെ തൂക്കിലേറ്റും. അതിലൊരു സംശയം വേണ്ട. അതിനുള്ള പണികളാണ് പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പിലാകും. അതായത് 24-ാം തീയതി, ഇനി അതുമല്ലെങ്കിൽ മറ്റന്നാൾ 25-ാം തീയതി. കെ പോൾ എന്ന് പറയുന്ന സുവിശേഷകനാണ് സുപ്രീം കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. എല്ലാവരും നിമിഷപ്രിയയുടെ കേസിൽ കൈയൊഴിയുകയാണ്. ഇതുവരെ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിച്ചിരുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും പിരിച്ചുവിടാനൊരുങ്ങുന്നു. അവരും മതിയാക്കി. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദും അതോടൊപ്പം നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിലുമൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കെ പോൾ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ പെട്ടെന്ന് കയറി വരുന്നു. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഒറ്റയ്ക്കാക്കാൻ ശ്രമിക്കുന്നു. താനാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തത് എന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചു. എന്നാൽ അന്ന് അങ്ങനെ പറഞ്ഞ കെ പോൾ ഇപ്പോൾ പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നടപ്പിലാക്കുമെന്നാണ്. മാത്രമല്ല കാന്തപുരം ഉസ്താദും അതോടൊപ്പം വാർത്താമാധ്യമങ്ങളും ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യങ്ങളും സംസാരിക്കരുത് എന്ന് അതിന് വിലക്കേർപ്പെടുത്തണമെന്നാണ് ഈ കെ പോൾ എന്ന് പറയുന്നവൻ പറഞ്ഞു വെച്ചത്. നിമിഷപ്രിയയുടെ കുടുംബവും ഈ കെ പോൾ എന്ന് പറയുന്നവൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കൗൺസിലും ഇപ്പോൾ കൈയൊഴിഞ്ഞു പോയിരിക്കുന്നത്. നമുക്ക് മാന്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഏകദേശം കാന്തപുരം ഉസ്താദും ഈ ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയ സമയത്താണ് ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് കെ പോൾ രംഗത്ത് വരുന്നതും. പക്ഷേ ആ കെ പോളിനെ ആ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. മാത്രമല്ല ഈ കെ പോൾ എന്ന് പറയുന്നവൻ 8.3 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു എക്സ്പോസ്റ്റും ഇടുകയാണ്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജമായ പണപ്പിരിവ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നോക്കൂ, ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ വ്യാജമായ രീതിയിൽ പണപ്പിരിവ് നടത്താൻ പോയ കെ പോൾ എന്ന് പറയുന്നവൻ്റെ കൂടെയാണ് ഈ കുടുംബം ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ സമയങ്ങളിലായി ഓരോരുത്തർ കടന്നു വന്നു. നമുക്കറിയാം, മുമ്പ് സാമുവൽ ജെറോം എന്ന് പറയുന്ന ക്രിസംഗിയായിരുന്നു ഈ നിമിഷപ്രിയയുടെ അമ്മയുടെ കൂടെയൊക്കെ നിന്നുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അവസാനം കാന്തപുരം ഉസ്താദൊക്കെ ഇടപെട്ടപ്പോൾ കാന്തപുരം ഉസ്താദിനെ തള്ളിപ്പറയുന്ന ഒരു പ്രവണതയുണ്ടായി. അതോടെ സാമുവൽ ജെറോം എന്ന് പറയുന്നവൻ നല്ല ഒന്നാം തരം ക്രിസംഗിയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ സാമുവൽ ജെറോമൊന്നും ഈ ഒരു ചിത്രത്തിലില്ല. സാമുവൽ ജെറോമൊക്കെ പോയി. ഇപ്പോൾ വന്നിരിക്കുന്നത് കെ പോളാണ്. ചാണ്ടി ഉമ്മന് പോലും അറിയില്ല കെ പോൾ ആരാണ് എന്നുള്ളത്. നമുക്കറിയാം, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാകാൻ പോകുന്നുവെന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മനായിരുന്നു ഈ ഒരു വിഷയം കാന്തപുരം ഉസ്താദിൻ്റെ അടുക്കിലേക്ക് ബോധിപ്പിക്കുന്നത്. ആ ചാണ്ടി ഉമ്മൻ പറയുകയാണ്, എനിക്ക് കെ പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയില്ല എന്നാണ്. നമുക്ക് കാന്തപുരം ഉസ്താദ് എത്രത്തോളം മനോഹരമായിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചറിയുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാലങ്ങളായിക്കൊണ്ട് തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് ഒരൊറ്റൊരു ദിവസം ഒരൊറ്റൊരു ഫോൺ കോളിലൂടെ അദ്ദേഹം അവിടെയുള്ള, അതായത് യമനിലുള്ള സൂഫി പണ്ഡിതനായ ഉമർ ഹഫീൽ തങ്ങളുമായി സംസാരിക്കുകയും കൃത്യമായ ഇടപെടലിലൂടെ ഒരൊറ്റൊരു ദിവസം കൊണ്ട് ആ വധശിക്ഷ നീട്ടിവെക്കുകയാണ്. അതിനുശേഷം ലോകത്തിലുള്ള മലയാളികൾ മുഴുവനും കാന്തപുരം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. എല്ലാവരും കാന്തപുരം ഉസ്താദിനെ പ്രശംസിച്ചപ്പോൾ സ്വാഭാവികമെന്നോണം ചില ആളുകൾക്ക് നല്ല ഒന്നാം തരം ക്രിമികടി കൂടി. കാന്തപുരം ഉസ്താദിനെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കാൻ ശ്രമിച്ചു. കാന്തപുരം ഉസ്താദിനെ കള്ളനാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഈ ഒരു കേസിൽ ഇടപെട്ടിട്ടില്ല എന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നടക്കമുള്ള പലതരം വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദിവസങ്ങളോളം ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം കാന്തപുരം ഉസ്താദ് ഒരൊറ്റൊരു ഫോൺ കോളിലൂടെ നടപ്പിലാക്കിയെന്നുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിലേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ നിമിഷപ്രിയ ഇപ്പോൾ നാട്ടിൽ നിൽക്കുമായിരുന്നു. കാരണം അത്രത്തോളം ഇടപെടലുകൾ കാന്തപുരം ഉസ്താദിന് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിനു മുമ്പും അദ്ദേഹം നടത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ കാന്തപുരം ഉസ്താദിനെ നിരന്തരമായി വേട്ടയാടാൻ തുടങ്ങി. അവസാനം കാന്തപുരം ഉസ്താദും ഈ ഒരു വിഷയത്തിൽ നിന്നും പിന്മാറുന്നൊരു പ്രവണത നമ്മളെല്ലാവരും കണ്ടു. അവസാനം കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത്, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തതോടുകൂടി ഞങ്ങളുടെ പണി കഴിഞ്ഞുവെന്നായിരുന്നു. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കാരണം ഉസ്താദിൻ്റെ ദൗത്യം അവിടെ പൂർത്തിയായി. നിമിഷപ്രിയയുടെ ഒരു കേസിൽ ഒരുപാട് ചീത്തവിളികളും ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് പരിഹാസങ്ങളും കാന്തപുരം ഉസ്താദിനെ നേരിടേണ്ടി വന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. നമുക്ക് തന്നെ സ്വന്തം സമുദായത്തിൽപ്പെട്ടൊരു സഹോദരിയല്ല. എന്നിട്ടും കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് മാനുഷിക പരിഗണന കൊണ്ടാണ്. ഇസ്ലാം എന്നുള്ളത് തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും മതമല്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ടും അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടാൻ തുടങ്ങി. ഇതിനു മുമ്പ് യമനിൽ നിമിഷപ്രിയയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന ക്രിസംഗിയെക്കുറിച്ച്
വളരെയധികം ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അഭിനന്ദിച്ചുവെന്നും തന്നോട് എത്രയോ പൈസ ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. ഏതായാലും ഇതിനൊന്നും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല, ആ സഹോദരിയുടെ പേരും പറഞ്ഞുകൊണ്ട് പണം തട്ടാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. നോക്കൂ, UNAയിലെ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജിതിൻ ലോഹി RN എന്ന് പറയുന്ന ഒരു സഹോദരൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചൊരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. നിമിഷപ്രിയ കേസ് വലിയൊരു തട്ടിപ്പിന് കളമൊരുങ്ങുന്നു. പണം തട്ടുക എന്ന ലക്ഷ്യത്തോടെയും മോചന ശ്രമമെന്ന വ്യാജേനയും ചില ആളുകൾ കൃഷി നടത്താൻ ഇറങ്ങിയിട്ടുണ്ട്. പലവിധ ചാരിറ്റി തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് പുതിയ തട്ടിപ്പിന് ഇവർ കളമൊരുക്കുന്നത്. നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് തുടക്കം മുതൽ നിമിഷപ്രിയയുടെ രക്ഷാദൗത്യവുമായി പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് സുപ്രീം കോടതിയിലടക്കം കേസിന്റെ കാര്യങ്ങൾ മേൽനോട്ടം നിർവഹിക്കുന്നത്. കഴിഞ്ഞ മാസം തൂക്കുകയറിൽ നിന്നും അവസാന നിമിഷം നിമിഷയെ രക്ഷിച്ചെടുത്തത് ശ്രീ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകളാണ്. ഒരു രൂപ പോലും ചിലവാക്കാതെയാണ് ഈ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് ചില വ്യക്തികൾ നിമിഷപ്രിയെ രക്ഷിക്കാൻ എന്ന വ്യാജേന ഇപ്പോൾ കളത്തിലിറങ്ങുന്നത്. ഇതിൽ പ്രധാനി ഒരു പോൾ എന്ന് പറയുന്ന പാസ്റ്ററാണ്. അവർ കോടാനുകോടികൾ നൽകാമെന്നൊക്കെ തലാലിന്റെ കുടുംബത്തിന് ഓഫർ നൽകിയെന്ന് കേൾക്കുന്നു. ഇത്രയും പണം ഓഫർ നൽകാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിക്കുക? മലയാളികളുടെ സഹായ മനസ്കതയെ ചൂഷണം ചെയ്യാമെന്ന ഉറച്ച വിശ്വാസമാവാം അളവില്ലാത്ത കോടികൾ നൽകാമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ തോന്നിയതുപോലെ നൽകുന്നത്. ഈ വാഗ്ദാനങ്ങൾ തലാലിന്റെ കുടുംബം സ്വീകരിച്ചതായി ഒരറിവുമില്ല. ഈ കള്ള പോളിനോടൊപ്പമാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബം നിൽക്കുന്നത് എന്ന ഇത്രയും വർഷം നിമിഷപ്രിയയുടെ മോചനത്തിനായി അഹോരാത്രം പണിയെടുത്ത ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെയെല്ലാം മനം മടിപ്പിച്ചിരിക്കുന്നത്. അതെ, നിമിഷപ്രിയയെ രക്ഷിക്കുക എന്നതിൽ നിന്നും ലക്ഷ്യം മാറി ഇതിന്റെ പേരിൽ പണം സമ്പാദിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പോൾ പരസ്യമായി കള്ളപ്പിരിവ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഇത്തരം തട്ടിപ്പുകളിൽ വഞ്ചിതരായി പണം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും അഭ്യർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയയുടെ പേരിൽ കോടികൾ തട്ടാൻ വേണ്ടി ചില കളികൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു പ്രവർത്തനം കാന്തപുരം ഉസ്താദ് ഒരു പണം പോലും ചിലവാക്കാതെയാണ് നടത്തിയത് എന്നുള്ളത്. എന്നാൽ ഇവിടെ നിമിഷപ്രിയയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പിരിവ് നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ കള്ളപ്പിരിവ് നടത്താൻ വേണ്ടി ശ്രമിച്ച പോൾ എന്ന് പറയുന്നവൻ്റെ കൂടെയാണ് നിമിഷപ്രിയയുടെ കുടുംബവും കൂടെയുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ഒരുപക്ഷെ ആ കുടുംബത്തെ നമ്മൾ സംശയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ നിമിഷപ്രിയയെ രക്ഷിക്കണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അവരെന്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചവരുടെ കൂടെ അവർ നിൽക്കുന്നില്ല? ഏതായാലും കാന്തപുരം ഉസ്താദ് ഈ ഒരു കാര്യത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുകയും അദ്ദേഹം അവസാനമായ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ പറയുമ്പോൾ അതാണ് നല്ലതെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ മികവ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞതാണ്. വെറുതെ കളിയാക്കലുകളും പരിഹാസങ്ങളും പഴിചാരലുകളും ഒക്കെ അദ്ദേഹത്തിന് കേൾക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. എല്ലാ കള്ളന്മാരുടെയും കപടമുഖം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്.